ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹോട്ടൽ ഓണറായ പ്രിയയെ ശ്രീകാന്ത് കൈകളിൽ ഇങ്ങനെ കോരിയെടുത്തു വരുന്നത് വർഷ നേരിട്ട് കാണാനിടയായി. അത് കണ്ടതോടുകൂടി തന്നെ വർഷ ആകങ്ങനെ ഷോക്കേറ്റതുപോലെ നിന്നു പോവാണ്. പിന്നെ അവൾക്കൊന്നും തന്നെ നോക്കാനുണ്ടായിരുന്നില്ല. നേരെ ഓടി വന്ന് ശ്രീകാന്തിന്റെ കർണത്തൊരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചു. പ്രിയയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ കർണമങ്ങ് അടിച്ചു പൊട്ടിക്കാണ് വർഷ. എന്നിട്ട് വർഷ ആകെ കലിപ്പിലൊരു ഡയലോഗ് അങ്ങ് പറയുന്നുണ്ട്. നീ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന വലിയ ഗിഫ്റ്റ് ഇതായി പോയല്ലോ ശ്രീകാന്ത് എന്ന്. ഏതായാലും ഇത്രയും വലിയൊരു പണി ശ്രീകാന്തിൽ നിന്നും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നും ഇനി നിന്നെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ ഈ വർഷയെ കിട്ടുമെന്നൊന്നും നീ വിചാരിക്കണ്ട എന്നും അവൾ തുറന്നടിച്ചു പറഞ്ഞു. എനിക്ക് ഡിവോഴ്സ് വേണം, ഇനി നിന്റെ കൂടെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ വർഷ തീർത്തും പറഞ്ഞുകൊണ്ടാണ് വർഷ അവിടെ നിന്ന് വന്ന ഓട്ടോയിൽ തന്നെ അങ്ങ് കയറി പോകുന്നത്. പിന്നീട് അവിടെ വെച്ച് വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നടക്കുന്നത്. വർഷ നേരെ ചെന്ന് സച്ചിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇത് കേട്ട സച്ചി ആകെ കലിപ്പിലായി നിൽക്കുകയാണ്. വർഷയാണെങ്കിൽ ചന്ദ്രോദയത്തിൽ വന്ന് വലിയ ബഹളം തന്നെ വെച്ചു. തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഒരൊറ്റ കടുംപിടുത്തമായിരിക്കും. ആരെന്തു പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ നേരെ പെട്ടിയും എടുത്ത് നേരെ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയി. എന്നാൽ ശ്രീകാന്ത് ആണെങ്കിൽ പ്രിയെ നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ അവിടെ നിന്നും വരാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞാണ് അവൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും വർഷ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. മധുസൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണെങ്കിലും മഹിമക്ക് ഇതത്ര തന്നെ അങ്ങ് സുഖിച്ചില്ല. ഏതായാലും രണ്ടും കൽപ്പിച്ചു കൊടുത്തേ അവർ നേരെ ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് ശ്രീകാന്തും വർഷയും കാലും കൈയും പിടിച്ചിട്ടും അവളൊന്നും ഒരു തരി പോലും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല. വർഷയാണെങ്കിൽ കട്ടക്കലിപ്പിലായിരിക്കും. ശ്രീകാന്ത് ആകങ്ങ് കുഴഞ്ഞു പോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വർഷ ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോകാൻ ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഹോട്ടലിൽ പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് രേവതിയും സച്ചിയൊക്കെ. അവിടെ ഓരോരോ പണിയിലാണ് അവര്. ആ സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി ചേച്ചി സച്ചിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ പോയി ഏതായാലും ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടുവരാം. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറയാണ് അവള്. അന്നേരം സച്ചി പറയുന്നുണ്ട്, എങ്കിൽ ഞാനും കൂടെ വരാം വർഷയെ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവനെ വിളിക്കാമെന്ന്. പക്ഷേ വർഷ അതിന് സമ്മതിക്കില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നോ, ഞാൻ ഇപ്പം തന്നെ ഓട്ടോയിൽ പോയിക്കോളാമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ കാറിൽ തിരിച്ചു വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. രേവതി അപ്പോൾ ഓർമ്മിപ്പിച്ചു, അവന് നല്ല തിരക്കാണല്ലോ എന്ന്. എന്ത് തിരക്കുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ ആനിവേഴ്സറി അല്ലേ ചേച്ചി, ഞാൻ അവനെ വിടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വർഷ പെട്ടെന്ന് ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് പോയി. ഹോട്ടലിലേക്ക് എത്തിയപ്പോഴാണെങ്കിൽ പ്രിയ വേദന കൊണ്ട് പൊളിയാണ്. അയ്യോ ശ്രീകാന്തെ, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ അവൾ കരഞ്ഞു പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നടക്കാൻ നോക്ക് പ്രിയ എന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടും ഒരടി പോലും മുന്നോട്ട് നടക്കാൻ അവൾക്ക് വയ്യ. ഒടുവിൽ നിവൃത്തിയില്ലാതെ ശ്രീകാന്ത് അവളുടെ കൈകളിൽ ഇങ്ങനെ കോരിയെടുക്കുകയാണ്. ആ നേരത്താണ് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടതിന് വർഷ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. ഓട്ടോക്കാരന് 500 രൂപ കൊടുത്തിട്ട് ബാക്കി വേണ്ട ചേട്ടൻ എടുത്തോ, ഏതായാലും വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വർഷ പോയി. ഇപ്പോൾ വർഷ വരുമ്പോൾ തന്നെ കാണുന്നത് പ്രിയെ എടുത്തുകൊണ്ട് നടക്കുന്ന ശ്രീകാന്തിനെയാണ്. അത് കണ്ടതോടുകൂടി തന്നെ വർഷ ആകെ തരിച്ചുപോയി. ശ്രീകാന്ത് വർഷയെ കണ്ടപ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ്. നീ എന്താ ഈ സമയത്ത് ഇവിടെയെന്ന് അവൻ ചോദിച്ചു. പ്രിയാണെങ്കിൽ എന്നെ ഒന്ന് താഴെ ഇടല്ലേ, എൻ്റെ നടുവൊടിയോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ എങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടു വർഷയ്ക്ക് സഹിക്കാനായില്ല. അവൾ നേരെ ചെന്ന് ചോദിച്ചു, ഇതാണോടാ നിന്റെ ജോലിയെന്ന്. ശ്രീകാന്ത് എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ നോക്കിയെങ്കിലും നീ എന്ത് കള്ളം പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ഗിഫ്റ്റ് കൊള്ളാമെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടു. ഇനി ഒരു നിമിഷം പോലും നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല എന്നും എനിക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് വർഷ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോയി. ശ്രീകാന്ത് പിന്നീട് സന്തോഷ് എന്ന ആ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് കാർ എടുപ്പിച്ചു. പ്രിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ അവൾ മനസ്സിൽ കരുതി, അവൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഒന്ന് എടുത്തപ്പോഴേക്കും ഡിവോഴ്സ് വേണമെന്ന്. നീ പോയാൽ ഇവനെ ഞാൻ നോക്കിക്കോളാമെന്ന് അവൾ ഇങ്ങനെ സ്വയം മനസ്സിൽ പറയാണ്. കാറിൽ വെച്ച് അവൾ വീണ്ടും വേദന അഭിനയിച്ച് ശ്രീകാന്തിനെ കൊണ്ട് കാല് തടവിപ്പിക്കുകയായിരുന്നു. ഇപ്പുറത്ത് ചന്ദ്രോദയത്തിലേക്ക് എത്തിയ വർഷ ആകങ്ങനെ തകർന്നിരിക്കുകയാണ്. സച്ചി എവിടെയെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ ബാഗ് വലിച്ചെറിഞ്ഞ് അവൾ സോഫയിലങ്ങിയിരുന്നു. രേവതി ചേച്ചിയോട് ഇനി അവനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിക്കരുതേ എന്ന് പറഞ്ഞ് അവൾ അലറി. സച്ചിയേട്ട, ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്തോളാൻ അവൾ ആവശ്യപ്പെട്ടു. രേവതിയും സച്ചിയും കാര്യം തിരക്കിയപ്പോൾ ശ്രീകാന്ത് തന്നെ വഞ്ചിച്ചു എന്നും ഒരു പെണ്ണിനെ കയ്യിലെടുത്ത് കോരിയെടുത്ത് നിൽക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നും വർഷ പറഞ്ഞു. ചന്ദ്രമതിയും രവിയും അങ്ങോട്ടേക്ക് വന്നുവെങ്കിലും താൻ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്നും ഇനി ഒരിക്കലും താൻ തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് വർഷ അവിടെ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയി. മധുസൂദനന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വർഷയ്ക്ക് ഫുൾ സപ്പോർട്ടായി കൊടുത്തു. ആ ചന്ദ്രോദയത്തിൽ ചെന്ന് എനിക്ക് ചിലത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം മഹിമയും കൂട്ടിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴേക്കും ശ്രീകാന്ത് വന്നിരുന്നു. മധുസൂദനൻ രവീന്ദ്രന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിച്ചു. മക്കളെ വളർത്താൻ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. സച്ചി ഇതിനിടയിൽ കയറി സംസാരിച്ചുവെങ്കിലും ആരെയും കേൾക്കാനൊന്നും അവർ തയ്യാറായിരുന്നില്ല.
ശ്രീകാന്ത് സംഭവിച്ചത് പറയാൻ നോക്കി. പ്രിയ വഴുതി വീണപ്പോൾ സഹായിച്ചതാണെന്ന് പറഞ്ഞിട്ടും വർഷയുടെ വീട്ടുകാർ അതൊന്നും തന്നെ വിശ്വസിച്ചില്ല. നാളെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് മധുസൂദനൻ ഉറപ്പിച്ചു പറഞ്ഞു. മഹിമയും ആകെ സങ്കടത്തിലായിരുന്നു. അവസാനം സച്ചി പറഞ്ഞു, നമ്മൾ പോയി സംസാരിക്കാം, അവർക്ക് സങ്കടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ. ആ സ്നേഹം കൊണ്ട് തന്നെ നമുക്ക് വർഷയെ തിരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പ്ലാൻ ഇടുകയാണ്. പിന്നീട് ചന്ദ്രോദയത്തിൽ നടന്നത് വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന നിമിഷങ്ങളായിരുന്നു. സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ രേവതി ചേച്ചിയും സച്ചിയും കൂടി വർഷയുടെ വീട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. എടാ ശ്രീകാന്തെ, നീ ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലണ്ട, ചെല്ലുന്തോറും ആ മധുസൂദന അങ്കിൾ കൂടുതൽ ചൂടാവും, ഞങ്ങൾ പോയിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി അവനെ ആശ്വസിപ്പിച്ചു. ശ്രീകാന്ത് അപ്പോഴേക്കും ആനിവേഴ്സറി കേക്കിന്റെ മുന്നിൽ ഇങ്ങനെ ആകെ തകർന്നിരുന്ന് കരയായിരുന്നു. വർഷയുടെ വീട്ടിലാണെങ്കിൽ മധുസൂദന അങ്കിൾ പഴയ കണക്കുകളൊക്കെ തീർക്കാനുള്ള വാശിയിലായിരുന്നു. മോളെ വർഷേ, നിനക്കിപ്പോൾ മനസ്സിലായല്ലോ ഞാനൊന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്. ആ വീട്ടുകാർക്ക് നിന്റെ പണം മാത്രം മതിയായിരുന്നു. ഈ ശ്രീകാന്ത് നിന്നെ സ്നേഹം നടിച്ച് കൊണ്ടുപോയത് ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണെന്ന് അങ്കിൾ ഓരോന്നിങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ടായിരുന്നു. വർഷ റൂമിൽ കയറി വാതിലടച്ച് കരച്ചിലോട് കരച്ചിലായിരുന്നു. ഇടയ്ക്ക് ഫോണിൽ നോക്കുമ്പോൾ ശ്രീകാന്തിന്റെ 100 കണക്കിന് മിസ്ഡ് കോളൊക്കെ കണ്ടു. അതൊക്കെ കാണുന്ന സമയത്തിന് അവൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു. ഇതേ സമയത്തിന് ഹോസ്പിറ്റലിലേക്ക് എത്തിയ പ്രിയയും അവളുടെ അമ്മയും കൂടി വല്ലാത്തൊരു ചതിക്ക് പ്ലാനിടായിരുന്നു. അമ്മേ, ആ വർഷം ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ വേണം എനിക്ക് ശ്രീകാന്തിനെ സ്വന്തമാക്കാൻ. നാളെ ഞാൻ ഡിസ്ചാർജായി നേരെ ചന്ദ്രോദയത്തിലേക്ക് പോകും. അവിടെ ചെന്ന് ആന്റിക്ക് മുന്നിൽ ഇത്തിരി കണ്ണീരൊഴിക്കാൻ മാത്രം മതി എന്ന് പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവരറിഞ്ഞില്ല പ്രിയയുടെ ഈ ഒരു സംസാരം ഹോസ്പിറ്റലിൽ വന്ന സച്ചിയുടെ ഒരു ഫ്രണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ രേവതി ചേച്ചിയും സച്ചിയും വർഷയുടെ വീട്ടിലേക്ക് എത്തി. മധുസൂദനൻ അങ്കിൾ അവരെ പിടിച്ചു വെച്ച് തന്നെ തടഞ്ഞു. നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരരുത്, വക്കീൽ നോട്ടീസ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ രേവതി ചേച്ചി വർഷയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ വർഷേ, നീ ഈ കാണുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, നീ ഒരിക്കലും അത് വിശ്വസിക്കരുത്, നിന്റെ കണ്ണിനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിന്റെ വാതിൽക്കൽ വന്ന് അവൻ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. രേവതി പറയുന്നുണ്ട്. അപ്പോഴാണ് സച്ചിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. പ്രിയയുടെ അമ്മയും കൂടി നടത്തിയ ആ ഒരു ഗൂഢാലോചനയുടെ വീഡിയോ സച്ചിക്ക് കിട്ടി. സച്ചി ആ വീഡിയോ വർഷയും മധുസൂദന അങ്കിളിനെയൊക്കെ കാണിച്ചു. അത് കണ്ടതോടുകൂടി വർഷയുടെ കണ്ണ് തുറന്നു. പ്രിയ മനഃപൂർവ്വം വഴുതി വീണതാണെന്നും ശ്രീകാന്തിനെ വർഷയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടുള്ള അവളുടെ ഒരു നാടകമാണ് അത് എന്നൊക്കെ കൊണ്ട് വർഷയ്ക്ക് മനസ്സിലായി. വർഷയ്ക്ക് തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു. അവൾ അപ്പം തന്നെ ചന്ദ്രോദയത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ മുറ്റത്ത് തല താഴ്ത്തിയിരിക്കുന്ന ശ്രീകാന്തിനെ കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് അവനെങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് ക്ഷമിക്ക് ശ്രീകാന്തെ, എന്നോട് ക്ഷമിക്ക്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ആ രാക്ഷസിയുടെ ചതിയിലങ്ങ് വീണുപോയി എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ശ്രീകാന്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മധുസൂദൻ അങ്കിൾ ഏതായാലും അവസരം മുതലാക്കാൻ നോക്കുമായിരുന്നു. ഏതായാലും വർഷ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ വർഷയും ശ്രീകാന്തും തമ്മിലുള്ള ആ ഒരു വലിയ പിണക്കമങ്ങ് മാറി. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.